ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ diecast by Milan. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു diecast കാറാണ്. അത് 1:24 റേഷ്യോയിൽ വരുന്ന ഒരു മെഴ്സിഡസ് ജി വാഗനാണ്. അപ്പോൾ ഈയിടെ ഞാൻ പർച്ചേസിങ്ങിന് പോയപ്പോൾ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു കാറാണ് അത്. അപ്പോൾ ആ ഒരു കാറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ബ്രാബസ് ജി വാഗനാണ്. അത് വളരെ ചീപ്പ് പ്രൈസുമാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങി. അപ്പോൾ ആ കാറിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ജി വാഗൻ. ഓക്കെ, ഇതൊരു ഓഫ് റോഡ് സ്പെക്കിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ബ്രാബസിൻ്റെ ഒരു ജി വാഗനാണ്. ഏതൊരു കാർ എന്തൂസിയാസ്റ്റിൻ്റെ ഒരു ഡ്രീം കാറാണ് ജി വാഗൻ. അപ്പോൾ ഇതൊരു ബ്രാബസ് ബിൽഡ് ജി വാഗൻ്റെ ഒരു മിനിയേച്ചർ വേർഷനായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ കാറിൻ്റെ ഒരു ഹൈലൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു റിയൽ ഓഫ് റോഡ് സ്പെക്കിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ കുറേ ഓഫ് റോഡ് മെറ്റീരിയൽസ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാറിൻ്റെ ഡീറ്റെയിലിങ്ങിന്, ബോഡിയുടെ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിതിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു വിഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു വിഞ്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വരികയാണെന്ന് വെച്ചാൽ ഇതിൽ ക്രാഷ് ഗാർഡ് നമുക്ക് കാണാം. അത് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രാബസിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് അത് നമുക്ക് കാണാം. പിന്നെ ഒരു സൈഡിലൊരു മെറ്റൽ റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓഫ് റോഡ് പർപ്പസിന് പോകുന്ന വണ്ടികളിൽ സേഫ്റ്റിക്ക് വെക്കുന്നതായിട്ടുള്ള ഒരു റോപ്പാണ്. അപ്പോൾ അത് നമുക്കിവിടെ കാണാം. അത്രയ്ക്കാണ് ഈ കാറിൻ്റെ ഒരു ഫ്രണ്ടിലെ ഒരു ഡീറ്റെയിലിംഗ് വരുന്നത്. പിന്നെ വരുന്നത് ഹുഡാണ്. ഹുഡിലൊരു കാർബൺ ഫൈബറിൻ്റെ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട്. അത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഒരു ഡീറ്റെയിലിംഗ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിൻ്റെ ഹുഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹുഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ബ്രാബസിൽ വരുന്നത്, ജി വാഗനിൽ വരുന്നത് V8 എഞ്ചിനാണ്. ആ ഒരു V8 എഞ്ചിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ അതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അത് നല്ലൊരു ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം എക്സ്പെൻസീവ് ആയിട്ടുള്ള പല കാറുകളിൽ പോലും ഇങ്ങനൊരു ഡീറ്റെയിലിംഗ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വരുന്നത് ഒരു സൈഡ് വ്യൂ നമുക്ക് നോക്കാം. സൈഡ് വ്യൂ നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഇൻടേക്ക് കാണാം. ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓഫ് റോഡ് സ്പെക്കിലുള്ള വീൽസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നല്ല ഓഫ് റോഡ് ത്രെഡ്സൊക്കെ ഉള്ള ഒരു നല്ലൊരു വീല് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ എൻജിൻ്റെ സൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് വ്യൂ നോക്കുമ്പോൾ വരുന്നത് എന്താ വെച്ചാൽ ഈ ഒരു മിററാണ്, റിയർ വ്യൂ മിറർ. അത് ഫോൾഡബിൾ ആയിട്ടുള്ള മിററാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി സൈഡ് വ്യൂ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ഡോർസ് എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡോർസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഇതിന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഡ്രൈവർ സൈഡ് നോക്കുമ്പോൾ സ്റ്റെയറിങ്, അതുപോലെ തന്നെ ഇൻറ്റീരിയറിലെ മീറ്റർ ഗേജുകൾ, അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഡോർ പാനലിലും അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ റിയറിലും ആണിച്ചാലും അതുമാതിരി തന്നെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഓക്കെ, ഇനി ഒരു കാറിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കിവിടെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹെഡ് ലൈറ്റ്സ് കത്തുന്ന കാണാം. വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഹെഡ് ലൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹുഡുമുള്ള ഈ ലൈറ്റ്സ്, ഇതൊക്കെ ജി വാഗൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ആ ലൈറ്റ്സ് ഒക്കെ നല്ലതായിട്ട് കത്തുന്നുണ്ട്. പിന്നെ റിയർ പാർട്ടിലേക്ക് വരികയാണെന്ന് വെച്ചാൽ റിയർ ലൈറ്റ്സും അതേപോലെ തന്നെ നല്ലപോലെ കത്തുന്നുണ്ട്. ഇനി വരുന്നത് ബാക്കാണ്. ബാക്കിൽ വരുമ്പോൾ ഒരു സ്പെയർ വീല് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രാബസിൻ്റെ എംബ്ലം, പിന്നെ G55 550 അതും നമുക്കിവിടെ കാണാം. 4x4 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ബ്രാബസ് അഡ്വഞ്ചർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റിയർ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് റിയർ ഡോറ് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. വീഡിയോയിൽ ക്ലിയർ കുറവാണ് എങ്കിലും അങ്ങനത്തെ നല്ലൊരു ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓഫ് റോഡ്, ഒരു ക്യാമ്പിങ്ങിനൊക്കെ പറ്റുന്ന മാറ്റം കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ റൂഫിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂഫ് പാർട്ടിൽ വരികയാണെന്നുവെച്ചെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ലഗേജ് കാരിയറോ ടെൻറ്റോ മാറ്റത്ത ഒരു സാധനം ഇതിൻ്റെ റൂഫിൽ കാണാനുണ്ട്. അതും വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഓവറോൾ നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ലൊരു മിനിയേച്ചർ വേർഷനാണ് ഈ കാറ്. പോരാത്തതിന് ഇതിന് വളരെ ചീപ്പ് പ്രൈസ് പോയിട്ടാണ് ഞാനിത് വാങ്ങിയത്. അതുകൊണ്ട് ഈ കാർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ്.